നമസ്കാരം കൂട്ടുകാരെ. ഞാൻ അഷ്റഫ് പട്ടാമ്പി. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്ക് ഒരു യാത്ര നടത്താൻ പോവുകയാണ് കേട്ടോ. KSRTCയുടെ 36 ആളെ കൊള്ളുന്ന ചെറിയ ഒരു ബസ്സിലാണ് പോകുന്നത്. ഉല്ലാസയാത്ര പാക്കേജ് ടൂറാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ പത്തനംതിട്ടയിൽ എത്തിയിട്ടുള്ളത്. ഈ യാത്രയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ കൊട്ടവഞ്ചിയാണ് കേട്ടോ. പത്തനംതിട്ട നിന്ന് ഒരു 15 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ കൊട്ടവഞ്ചി സവാരി നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ 3 ബസ് ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് വഞ്ചിയിലാണ് കയറാൻ നിൽക്കുന്നത്. കുറേ ഫാമിലി ഉണ്ട്. ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി യാത്രയാണ്. കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ഒരു 14 ഡാം ഈ കാട്ടിനകത്തുണ്ട്. 80 കിലോമീറ്റർ ഡീപ്പ് ഫോറസ്റ്റ് ആണ്. ഇതിനകത്ത് കൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതിൽ 4 ഡാമിൻ്റെ മുകളിലൂടെ ബസ് പോകുന്നുണ്ട്. അതൊക്കെ വഴിയെ കാണാം എന്ന് കരുതുന്നു. ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസാണ്. ഇവിടുന്ന് പാസ് എടുത്തിട്ടാണ് പോവുക. അതൊക്കെ ഈ പാക്കേജിലുള്ള തന്നെയാണ് കേട്ടോ. ഈ പാക്കേജിൽ ഭക്ഷണമുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കാട്ടിനകത്ത് ഒരു ഐബിടകത്ത് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ടാണ് പോവുക. ഇതൊരു ചായക്കടയാണ്. അവിടെ ഉള്ളൊരു സ്ത്രീകളൊക്കെ കൂടിയുള്ളൊരു നടത്തുന്നൊരു ചായക്കടയാണ്. ആദ്യത്തെ ഡാമാണ് കേട്ടോ. ആദ്യത്തെ ഡാമിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. ഗവിന്ന് പരുന്തൻപാറ എന്ന് പറഞ്ഞൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അവിടെ പോയി അവിടെ സന്ദർശിച്ചതിന് ശേഷം പിന്നെ കുമളി വഴി അങ്ങനെ മുണ്ടക്കയത്ത് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ബസ് പിന്നെ അങ്ങനെ തിരിഞ്ഞിട്ട് മുണ്ടക്കയത്ത് നിന്ന് അങ്ങനെ തിരിഞ്ഞ് പത്തനംതിട്ടയ്ക്ക് തന്നെ എത്തിയിട്ട് അവസാനിപ്പിക്കുന്നതാണ് പാക്കേജ്. ഇത് മൂഴിയാർ ഡാമിൽ നിന്ന പെൻസ്റ്റോക്ക് പൈപ്പാണ് കേട്ടോ. പുറത്ത് ഡാമിൻ്റെ ഭാഗമൊക്കെ കാണാം. നല്ല വലിയ 3 പൈപ്പാണ്. ഗംഭീരമാണ്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല. വലിയ ഭയങ്കരമായിട്ടുള്ള പൈപ്പുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കൂടെയുള്ള അടുത്ത ബസ്സാട്ടോ. 2ാമത്തെ ബസ്സാണ്. ഒരു ബസ് മുന്നിൽ പോയിട്ടുണ്ട്. നല്ല ഡീപ്പ് ഫോറസ്റ്റ് തന്നെയാണ്. പക്ഷേ എന്താ വെച്ചാൽ ആ കാണുന്നത് ഒരു കുന്തിരിക്കത്തിൻ്റെ മരമാണ് കേട്ടോ. അതാ സൈഡിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ആദിവാസി ആളുകൾ കൊത്തി വെച്ചിരിക്കുകയാണ് അതിൽ നിന്ന് കറെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെ മുന്നിലുള്ള ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് കേട്ടോ. ചില ഭാഗത്ത് ചെറിയ കംപ്ലൈൻറ്റ് തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല റോഡുകളാണ്. നല്ല സൂപ്പർ റോഡാണ്. ഇത് ഡാമിൻ്റെ റിസർവറാണ്. മൂഴിയാർ ഡാമിൻ്റെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇപ്പോൾ വെള്ളം കമ്മിയാണ്. വെള്ളം കമ്മിയായിട്ടുള്ളൊരു സീസണാണ് ഇപ്പോൾ. ഏപ്രിലാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം കമ്മി. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല രസമാണ്. നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ.
ഇതാണ് ഡാം കേട്ടോ. ഇവിടെ ഇറങ്ങുന്നൊന്നുമില്ല, നല്ല അടിപൊളി ഡാമാണ്. ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 1930 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. പക്ഷേ ഉദ്ഘാടനം കഴിച്ചത് സഖാവ് EMS ആദ്യമായിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം EMS ആണ് ഉദ്ഘാടനം കഴിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളൊരു ഡാമാണിത്. നല്ല ആഴാട്ടോ, കാണുന്ന ഭാഗമൊക്കെ നല്ല ആഴത്തിൽ ഉള്ളൊരു സ്ഥലമാണ്. ആ ഭാഗം കണ്ടോ, ആ നീല ഭാഗം, 2 മലയുടെ ഇടയിലുള്ളൊരു ഭാഗം ശബരിമല മകരവിളക്ക് ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ആ ഭാഗം. ആ ഭാഗത്താണ് ശബരിമല മകരവിളക്ക് കാണുന്നത്. അങ്ങനെ ഐതിഹ്യമായിട്ടുള്ള സ്ഥലത്ത് കൂടെയാണ് പോകുന്നത്. ആനകളൊക്കെ കാണാൻ കഴിഞ്ഞ്. ആനകളെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 ബസ്സും കുറച്ച് വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ട് ഷൂട്ട് ചെയ്തു. ഈ മേഖലയിൽ എന്താ പ്രത്യേകത വെച്ചാൽ KSRTC വാഹനം കഴിച്ചിട്ട് പിന്നീടുള്ള 30 പ്രൈവറ്റ് വാഹനങ്ങൾക്കാണ് പെർമിഷനുള്ളൂ. ഒരുപാട് വാഹനങ്ങൾക്കൊന്നും അതിന് പെർമിഷൻ കൊടുക്കില്ല. ഈ വീഡിയോ ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് പിന്നീട് വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.